Sonu Aluminium Fabrication പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന്റെ ഫ്രെയിം എല്ലാം കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിലെ ഫ്രെയിമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ആംഗിൾ വെച്ചാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1.25 ലിപ്പ് സെക്ഷൻ ഇട്ടിട്ടാണ് ബാക്ക് സൈഡ് കൂട്ടിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൽ ഷീറ്റ് ഇട്ടിട്ട് ആണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ ടൈൽസ് വരുന്ന അടിയിൽ 4 ഇഞ്ച് ടൈൽസ് വരുന്നതിൻ്റെ ഭാഗത്ത് നമ്മളൊരു 4 ഇഞ്ച് പൊക്കിയിട്ടാണ് അവിടുത്തെ ക്രോസ് പീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു വൈറ്റ് ഷീറ്റാണ് ബാക്കിലും ഉള്ളിൽ തട്ടെല്ലാം അടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫ്രെയിമിൻ്റെ കളറ് ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ളൊരു കളറാണ്. ACP ഷീറ്റും തന്നെ ഒരു വുഡൻ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സൈഡിൽ 4 കര സെക്ഷൻ വെച്ചിട്ട് നമ്മൾ 3 സൈഡ് ഒരു ബോട്ടം ലെവലിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കിൽ ഷീറ്റ് ഇട്ടിട്ട് അസംബിൾ ചെയ്ത ഫ്രെയിമാണ് ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ ഉയരം 6 അടി ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ സൈഡ് അളവ് 16 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ വീതി അളവ് വരുന്നത് 24 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ അടിയിലെ ബോക്സിൽ 2 ഡ്രോവർ വരുന്നുണ്ട്. അപ്പോൾ ഡ്രോവറെല്ലാം നമ്മൾ ഉള്ളിലേക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കണ മാതിരിയല്ല, എല്ലാം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണത് നോക്കാം. അവന്മാർ ടോപ്പിൽ ഒരു 4 തട്ടായിട്ട് നമ്മൾ മിററിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബോക്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു 4 അടി മിററും ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് ഡോറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് 1.25 ലിപ്പ് സെക്ഷൻ ഇട്ടിട്ട് ബാക്ക് സൈഡിൽ ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ ഡയറക്റ്റ് റീറ്റ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചുമരിൽ മുട്ടിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ആ ഷീറ്റിൻ്റെ എൻഡ് കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ടോപ്പിലേക്ക് മിറർ വരുന്ന ഭാഗത്തേക്കുള്ള ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. ഇതിലൊരു 1.25 ഫ്രെയിമും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 1 ഇഞ്ച് സ്ക്വയർ നമ്മൾ ഡോറിനെ ഉള്ളിലേക്ക് തള്ളി നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇത് പുറത്തുനിന്ന് തന്നെ ഡയറക്റ്റ് അടിച്ചെടുത്തിട്ടാണ് അസംബിൾ ചെയ്യണത്. അപ്പോൾ ഇതൊരു 1 ഇഞ്ച് വിട്ടിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് വിട്ടിട്ടാണ് ഈ 1 ഇഞ്ച് സ്ക്വയർ വെച്ച് കൊടുക്കുന്നത് 1.25. അപ്പോൾ ഇതൊരു ഗൾഫ് സെക്ഷൻ അല്ലെങ്കിൽ ജെ ഫ്രെയിം നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ അളവിലാണ് ഇത് ബാക്ക് സൈഡിലേക്ക് തള്ളി വെക്കുന്നത്. ഈ 1 ഇഞ്ച് സ്ക്വയർ 1.25 ഫ്രെയിമിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ തട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എഫ് എല്ലാം ഇതിൽ അടിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ തട്ടിനുള്ള എഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് ഷീറ്റ് ഇടാനുള്ളത് വുഡൻ ഫിനിഷിങ്ങിൽ തന്നെ എഫ് ഇതിൽ 2 ഹൈറ്റ് പീസ് അടിച്ചു കൊടുത്തിട്ടാണ് ഇത് അസംബിൾ ചെയ്ത് എടുക്കുന്നത്. പിന്നീട് ഇത് ഡ്രില്ലെല്ലാം വെച്ച് തുളക്കാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ഇത് പിടിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇത് മൊത്തമായിട്ട് അസംബിൾ ചെയ്ത് എടുക്കുകയാണ്. ഇനി ഈ വർക്കിൻ്റെ ഫുള്ള് വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായ കാരണം കൊണ്ട് എടുത്ത വീഡിയോകളൊന്നും ക്ലിയർ ആയില്ല. അപ്പോൾ ഫുള്ളായിട്ടുള്ള വർക്ക് ചെയ്യണമൊന്നും ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെല്ലാവരും ക്ഷമിക്കണം. ഞാനൊരു മെയിനായിട്ട് 2-3 പോയിൻ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഡോറ് തള്ളി വെക്കുന്നതും ഡ്രോവർ തള്ളി വെക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിൽ താഴത്ത് 2 ഡ്രോവർ വരുന്നുണ്ട്. അപ്പോൾ ഡ്രോ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം.
അപ്പോൾ ഡ്രോക്ക് നമ്മൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചിരുന്നു, ഡ്രോയുടെ മോപ്പറ്റ് പിടിപ്പിക്കണതും എല്ലാം. അപ്പോൾ ഞാനിത് ഡ്രോ അടിച്ച് എടുത്തിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് 3 സൈഡ് 4 കര സെക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ ഒരു 1 ഇഞ്ച് സ്ക്വയർ താഴ്ഭാഗത്ത് മാത്രമായിട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിന്ന് ബാക്കിൽ നിന്ന് ഷീറ്റ് വെച്ച് അടിച്ചു കൊടുത്തിരിക്കുകയാണ്, റിബിറ്റ് വെച്ചിട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡ്രോ സെറ്റ് ചെയ്യണത്. ഇതിൽ സ്ലൈഡറെല്ലാം വെച്ചിട്ട് നമ്മൾ ഡ്രോ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഡ്രോ സെറ്റ് ചെയ്യണതും നമ്മൾ ഡോറ് ഉള്ളിലേക്ക് വെച്ചിരിക്കണം അതേമാതിരി 1 ഇഞ്ച് സ്ക്വയർ ഉൾവശത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഡ്രോ ഉള്ളിലേക്ക് തള്ളി നിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രോ സെറ്റിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ ലോക്കും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിൽ വരുന്ന 6 ഇഞ്ചിലാണ് ഇത് ടോപ്പിൽ നിന്ന് നമ്മൾ ആ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തുള്ള ഷീറ്റ് എല്ലാം തട്ടിൽ വരുന്ന ഷീറ്റെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് F ചാനലാണ് ബാക്കിലും ഫ്രണ്ടിലെല്ലാം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്കിലെ ഷീറ്റിൽ നിന്ന് ഡയറക്റ്റ് റിവിറ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മിറർ വരുന്ന ഡോറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് D സെക്ഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ D സെക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ തുളച്ചെടുക്കാൻ മിററിൽ തുളച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണമാണ് D സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ J ഫ്രെയിം ആണെങ്കിൽ നമ്മൾ മിററെല്ലാം തുളച്ചിട്ട് വേണം ഇതിൻ്റെ ഹാൻഡിലെല്ലാം പിടിപ്പിക്കാൻ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് D സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് കഴിഞ്ഞു. പിന്നെ സൈറ്റിൽ ഫിറ്റിംഗ് ആണുള്ളത് ബാക്കി. ഇതിന് ഒരു ഹാൻഡിലും ടോപ്പിൽ ചെറിയൊരു ഹെഡെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ നമ്മൾ 2 ടൈപ്പായിട്ടാണ്. ആദ്യം J ഫ്രെയിമിലൊരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 1.25 ഫ്രെയിം വെച്ചിട്ട് ഒരു ഹെഡും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാര്യമായിട്ട് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ടോപ്പിലൊരു ആംഗിൾ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആംഗിൾ മാത്രം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നല്ല വെയിറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ ടോപ്പിൽ 2 ആംഗിൾ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.